ലോകകപ്പിൽ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ടീമുകളിലെ ഫാസ്റ്റ് ബോളർമാർ ശ്രേയസിനെതിരെ പ്രയോഗിക്കുന്ന പ്രധാന ആയുധവും ഈ ഷോട്ട് ബോൾ തന്ത്രമായിരിക്കും. മറുഭാഗത്ത് സഞ്ജുവിലേക്ക് നോക്കുകയാണെങ്കിൽ സാങ്കേതികമായി അദ്ദേഹം ഏറെ മുന്നിലാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന ബാറ്റിംഗ് ബലഹീനതകൾ സഞ്ജുവിനില്ല. അതിവേഗ പന്തുകളെയും ഷോട്ട് ബോളുകളെയും വളരെ അനായാസമായി പുൾ ചെയ്യാനും കട്ട് ചെയ്യാനും സഞ്ജുവിന് പ്രത്യേക കഴിവുണ്ട്. പേസും ബൗൺസുമുള്ള കടുപ്പമേറിയ പിച്ചുകളിൽ കളിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന താരം കൂടിയാണ് അദ്ദേഹം. മലയാളി സൂപ്പർ താരം സഞ്ജു പലപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റിൽ നിർഭാഗ്യവാനായ കളിക്കാരനായാണ് ചിത്രീകരിക്കപ്പെടാറുള്ളത്. മികച്ച പ്രകടനങ്ങൾ പലപ്പോഴായി പുറത്തെടുത്തിട്ടും ടീമിൽ ഒരു സ്ഥിര സാന്നിധ്യമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ലോകകപ്പിൽ ബാക്കപ്പായി പോലും അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന തരത്തിലുള്ള വാർത്തകൾ സഞ്ജു ആരാധകരെ നിരാശപ്പെടുത്തുന്നതാണ്. എന്നാൽ സഞ്ജുവിന്റെ ഏകദിന ക്രിക്കറ്റിലെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ ആർക്കും അദ്ദേഹത്തിന്റെ അർഹത ചോദ്യം ചെയ്യാനാകില്ല. 2023 ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് സഞ്ജു ഇന്ത്യക്കായി അവസാനമായി ഒരു ഏകദിന മത്സരം കളിച്ചത്. അന്ന് പേസർമാരുടെ പറുദീസയായ ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ വെച്ച് സഞ്ജു തന്റെ കന്നി ഏകദിന സെഞ്ചുറി നേടുകയും പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അവിടുത്തെ സാഹചര്യങ്ങളിൽ സഞ്ജു എത്രത്തോളം അപകടകാരിയാകുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആ ഇന്നിംഗ്സ്.